ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ അധ്യായമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ഇത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ 1ാം ദിവസത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ്. ആട്ടക്കഥാ സാഹിത്യത്തിൽ എന്തുകൊണ്ടും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം. നളചരിതത്തിലെ കഥ 4 ദിവസങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരു ദൃശ്യകാവ്യത്തിൻ്റെയും ശ്രാവ്യകാവ്യത്തിൻ്റെയും ഗുണഗണങ്ങളെല്ലാം തികഞ്ഞ കൃതിയാണ് നളചരിതം ആട്ടക്കഥ. മലയാള സാഹിത്യം ഒന്നാകെ പരിശോധിക്കുമ്പോൾ നളചരിതത്തോളം സമുന്നതമായ ഒരു സ്ഥാനം മറ്റൊരു ആട്ടക്കഥയ്ക്കും കാണാൻ സാധിക്കുകയില്ല. മലയാളത്തിലെ ശാകുന്തളം എന്നും ഈ കൃതിയെ വിളിക്കാറുണ്ട്. ഉണ്ണായി വാര്യർ എവിടെ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. മഹാഭാരതം വനപർവത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കഥാഭാഗമാണ് നളോപാഖ്യാനം. ഇതിനെ അവലംബിച്ചാണ് വാര്യർ നളചരിതം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ കഥയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വാര്യർ വരുത്തിയിട്ടില്ല എന്നു കാണാം. അതുപോലെ തന്നെ ശ്രീഹർഷന്റെ നൈഷധീയ ചരിതം മഹാകാവ്യത്തെയും ഈ കൃതിയുടെ രചനയ്ക്കായി ഉണ്ണായി വാര്യർ ആശ്രയിച്ചിട്ടുണ്ട്. നളചരിതം 1ാം ഭാഗത്തിലെ കഥ ചുരുക്കി പറയുകയാണ്. നിഷധ രാജ്യത്തെ രാജാവായിരുന്നു നളൻ. അദ്ദേഹം ഭൂമിയിലെ തന്നെ കീർത്തി കേട്ട രാജാവായിരുന്നു. ഗുണഗണങ്ങൾ കൊണ്ടും അഭിവൃദ്ധി കൊണ്ടും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരദ മഹർഷി കൊട്ടാരം സന്ദർശിക്കുകയും വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രി ദമയന്തിയെക്കുറിച്ചുള്ള ഗുണഗണങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി കേൾപ്പിക്കുകയും ചെയ്യുന്നു. അവളെ നേടുന്നതിനായി പരിശ്രമിക്കണമെന്നും അദ്ദേഹം നളനെ ഉപദേശിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നളൻ മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദമയന്തിയുടെ ചിന്തയിൽ മുഴുകി കഴിയുകയാണ്. രാജ്യഭാരങ്ങളെല്ലാം മന്ത്രിയെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വസ്ഥതയില്ലാതെ ഉദ്യാനത്തിലൂടെ ഉലാത്തുമ്പോൾ അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നു. മെല്ലെ പോയി അതിനെ പിടിച്ച് വളർത്താമെന്നു കരുതി കയ്യിലെടുക്കുമ്പോൾ അരയന്നം തന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് കരുതി വിലപിക്കുന്നു. എന്നാൽ നളൻ അരയന്നത്തെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഈ അരയന്നം പിന്നീട് തിരികെ വന്ന് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് ദമയന്തിയെ കാര്യം പറഞ്ഞു ധരിപ്പിക്കാമെന്നു സംബന്ധിച്ച് വിദർഭയിലേക്ക് പോകുന്നു. ഇതിൽ നളൻ ഉദ്യാനത്തിലൂടെ ഉലാത്തുകയും അരയന്നത്തെ കാണുകയും ചെയ്യുന്ന ഭാഗം മുതൽ അരയന്നത്തെ വിട്ടയക്കുന്നതുവരെയുള്ള ഭാഗമാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഈ പാഠഭാഗത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും നോട്ട് കൃത്യമായി എഴുതിയെടുക്കാനും ശ്രദ്ധിക്കുക. അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിലായി 2 വരികൾ നൽകിയിട്ടുള്ളതായി കാണാം. നോക്കുക. വാക്കുകൾ പൂക്കുന്ന പൊയ്ക, നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഏതൊരാശയത്തെയും വാക്കുകളിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വാക്കിന്റെ, ഭാവനയുടെ, ഭാഷയുടെ സ്വാതന്ത്ര്യമാണ്. അത്തരമൊരു സ്വാതന്ത്ര്യം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നിരന്തരമായ ഭാഷാ പരിചയത്തിലൂടെയും വായനയിലൂടെയുമാണ് ലഭിക്കുക. ഭാഷാ പ്രാവീണ്യത്തിലൂടെയാണ് വാക്കുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. അധ്യായം വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി.
നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധരാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. നോക്കുക ശ്ലോകം. അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കുതുകാതനർക്കസ്വർണാഭം ശയിതമരയന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനഥ രുരോധാതി കരുണം. ഹംസം. പല്ലവി. ശിവശിവ, എന്തു ചെയ്വോ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. അനുപല്ലവി. വിവശം നിരവലംബം മമ കുടുംബവുമിനി. ശിവശിവ, എന്തു ചെയ്വോ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. വിവശം നിരവലംബം മമ കുടുംബവുമിനി. ശിവശിവ, എന്തു ചെയ്വോ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. ജനകൻ തിരിച്ചുപോയി തനയൻ ഞാനൊരുത്തൻ എൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ. അഭി ച മമ ദയിത കളിയല്ലനതിചിരസൂത പ്രാണൻ കളയുമധിവിദുര എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. മനസി രുചിജനകം എൻ്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. അയ്യോ, ഗുണവുമനവധി ദോഷമായിതു. ശിവശിവ, എന്തു ചെയ്വോ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. അറിക ഹംസമേ, അരുതുപരിദേവിതം വിരസഭാവമില്ല നിന്നിൽമേ. ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം. ന മയാ ദ്രോഹമിതു പൊഴുതമരഖകവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനീ. പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയായ ദമയന്തി. അപ്പോൾ ദമയന്തിയെ കുറിച്ചുള്ള വിവരം അറിയുന്ന നളൻ അവളെക്കുറിച്ചോർത്ത് വിവശനായി, പ്രണയവിവശനായി, മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഉദ്യാനത്തിലൂടെ ഉലാത്തുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് തികച്ചും അസ്വസ്ഥമാണ്. ദമയന്തി തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ മനസ്സിലും എന്നെക്കുറിച്ച് പ്രണയമുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകളോട് കൂടിയാണ് നളൻ ഉദ്യാനത്തിലൂടെ നടക്കുന്നത്. അപ്പോഴവിടെ വിശ്രമിക്കുകയായിരുന്ന ഒരു അരയന്നത്തെ കാണുന്നു. അരയന്നത്തിന്റെ നിറം സ്വർണ്ണവർണ്ണത്തിലുള്ളതാണ്. അപ്പോൾ അതിനെ പിടികൂടിയാൽ വളർത്താമല്ലോ എന്നോർത്ത് അദ്ദേഹം അരയന്നത്തെ സമീപിക്കുന്നു. അതിനെ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അരയന്നം വിലപിക്കുന്നതാണ് നാം ഇനി കാണുന്നത്. വരികൾ ശ്രദ്ധിക്കുക. അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കുതുകാതനർക്ക സ്വർണാഭം ശയിതമരയന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനഥ രുരോധാതി കരുണം. ഓരോ വരികളുടെയായിട്ട് അർത്ഥം നോക്കുക. അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കുതുകാധനർക്ക സ്വർണാഭം ശയിതമരയന്ന പരിവൃഢം. അനക്കം കൂടാതെ നരവരൻ. നരവരൻ ആരാണ്? രാജാവ്. രാജാവ് അണഞ്ഞു. ആശു ആരുടെ അടുത്തേക്ക്? പെട്ടെന്ന് വന്നു. ആരുടെ അടുത്തേക്കാണ് വന്നത്? അരയന്നത്തിന്റെ അവിടെ കിടക്കുകയായിരുന്ന ശയിതമരയന്ന പരിവൃഢം, ശ്രേഷ്ഠമായ സ്വർണ്ണ നിറത്തോടു കൂടിയ അരയന്നത്തിന്റെ അവിടെ ശയിക്കുകയായിരുന്ന ശ്രേഷ്ഠമായ സ്വർണവർണ്ണത്തോടു കൂടിയ അരയന്നത്തിന്റെ അരികിലേക്ക് രാജാവ് കുതുകാധനർക്ക സ്വർണാഭം, ആ സ്വർണ്ണ നിറത്തിലുള്ള അരയന്നത്തെ കണ്ട് ജിജ്ഞാസ കൊണ്ട് രാജാവ് അനക്കം കൂടാതെ അരികിലേക്ക് വന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്വർണവർണ്ണത്തോടു കൂടിയ ശ്രേഷ്ഠനായ അരയന്നം അവിടെ കിടക്കുന്നത് കണ്ട് ജിജ്ഞാസ കൊണ്ട് രാജാവ് നരവരൻ അനക്കം കൂടാതെ പെട്ടെന്നു തന്നെ അവന്റെ അരികിലേക്ക് വന്നു. ഇണക്കാമെന്നോർത്തങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനഥ രുരോധാതി കരുണം. അപ്പോൾ അതിനെ പിടിച്ച് ഇണക്കി വളർത്താം എന്നു കരുതി അതിനെ കയ്യിലേക്ക് എടുക്കുന്നു, പിടിക്കുന്നു. പിടിച്ച ഉടൻ തന്നെ അവൻ ശോകം പൂണ്ട്, കനക്കും, വളരെയധികം, കനക്കും എന്നാൽ വളരെയധികം ശോകം പൂണ്ട്, സങ്കടത്തോടു കൂടി എന്ത് ചെയ്തു? കരുണമായി, ദയനീയമായി കരഞ്ഞു തുടങ്ങി. അത്രയും വരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക.
അനക്കം കൂടാതെ നരവരൻ ആരുടെ അരികിലെത്തി? സ്വർണവർണ്ണത്തോടു കൂടിയ ഒരു അരയന്ന ശ്രേഷ്ഠൻ ശയിക്കുന്നത് കണ്ട് കൗതുകം പൂണ്ട രാജാവ് അവന്റെ അരികിലേക്ക് അനക്കം കൂടാതെ വന്ന് അവനെ പിടിച്ചു. എന്തിനാണ് പിടിച്ചത്? ഇണക്കി വളർത്താമെന്നു കരുതി അവനെ പിടിക്കുമ്പോൾ അവൻ ദുഃഖം പൂണ്ട്, വളരെയധികം ദുഃഖം പൂണ്ട് കരഞ്ഞു തുടങ്ങി. എന്തു പറഞ്ഞാ കരഞ്ഞതെന്ന് നോക്കൂ. ശിവശിവ, എന്തു ചെയ്വൂ ഞാൻ? എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. ശിവശിവ, എന്നെ ഈ രാജാവ് ചതിച്ചു കൊല്ലുകയാണല്ലോ എന്ന് പറഞ്ഞ് അരയന്നം കരയാൻ തുടങ്ങി. വിവശം നിരവലംബം മമ കുടുംബവും ഇനി. വിവശം എന്നാൽ ഒട്ടും സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട എൻ്റെ കുടുംബം. വിവശമായ എൻ്റെ കുടുംബം നിരവലംബം, അവർക്ക് ആശ്രയമില്ലാതാകാൻ പോകുന്നു. അവലംബം ആശ്രയം, നിരവലംബം ആശ്രയമറ്റത്. അപ്പോൾ എൻ്റെ മരണത്തോടുകൂടി എൻ്റെ കുടുംബം ഒരാശ്രയവുമില്ലാത്തതായി തീരാൻ പോവുകയാണ്. വീണ്ടും പല്ലവി ആവർത്തിക്കുന്നു. ശിവശിവ, എന്തു ചെയ്യൂ ഞാൻ? എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. അടുത്ത വരികൾ നോക്കാം. ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ. ജനകൻ അച്ഛൻ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. തനയൻ ഞാൻ ഒരുത്തനൻ ജനനി, എൻ്റെ അമ്മയ്ക്ക് തനയൻ മകൻ, മകനായി ഞാൻ ഒരുത്തനാണ് ഉള്ളത്. എൻ്റെ അമ്മയുടെ ദശ, അമ്മയുടെ അവസ്ഥ ഇതായി പോയല്ലോ. എന്താണ്? അവർക്ക് നേരത്തെ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുന്നതോടുകൂടി അവർക്ക് മകനെയും നഷ്ടപ്പെടുകയാണ്. എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. അപി ച മമ ദയിത കളിയല്ലനതി ചിരസൂത പ്രാണൻ കളയുമതി വിധുര. എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു. എന്താണ്? മമ ദയിത കളിയല്ലനതി ചിരസൂത. എന്താണ്? എൻ്റെ ഭാര്യ. ദയിത എന്നാൽ ഭാര്യ എന്നാണ് അർത്ഥം. കളിയല്ലനതി ചിരസൂത, പ്രസവിച്ച് കിടക്കുന്നവളായിട്ടുള്ള എൻ്റെ ഭാര്യ പ്രാണൻ കളയുമതി വിതുര, ഭർത്താവിനെ പിരിഞ്ഞാൽ അവൾ എന്തു ചെയ്യും? പ്രാണൻ കളയും. എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു, എന്നാൽ അതോടുകൂടി എൻ്റെ കുലത്തിന് അറുതി വന്നു എന്ന് കരുതിയാൽ മതി. കാരണം എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എന്നെ ഇതാ രാജാവ് ചതിച്ചു കൊല്ലാൻ പോകുന്നു. പ്രസവിച്ചു കിടക്കുന്നവളായ എൻ്റെ ഭാര്യ ഭർത്താവിനെ പിരിയുന്നതോടുകൂടി അവളും ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ പ്രാണൻ കളയും. അങ്ങനെ എൻ്റെ കുലവും മുഴുവനും ഇതാ അവസാനിക്കാൻ പോകുന്നു. ശിവശിവ, എന്നെ ചതിച്ച് രാജേന്ദ്രൻ ഇങ്ങനെ കൊല്ലുന്നല്ലോ, രാജാവിങ്ങനെ കൊല്ലുന്നല്ലോ. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ. പാവമായ എന്നെ അങ്ങേപ്പോലുള്ള ഒരാൾ കൊന്നാൽ അങ്ങേക്ക് വളരെയധികം പാപഭാരമുണ്ടാകും രാജാവേ. മനസ്സി രുചി ജനകം എൻ്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. ആകാ എന്നാൽ ആകില്ല എന്നാണ് കേട്ടോ. മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണി കനകം, സ്വർണ്ണ നിറത്തിലുള്ള എൻ്റെ ചിറകു കണ്ടിട്ട് നിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരിക്കാം. എന്നാൽ ഇതുകൊണ്ട് നിനക്കൊരിക്കലും ധനികനാവാൻ കഴിയുകയില്ല. സ്വർണ്ണ നിറത്തിലുള്ള എൻ്റെ ചിറക് കൊണ്ട് അല്ലെങ്കിൽ എന്നെ കിട്ടിയതുകൊണ്ട് നിനക്ക് ധനികനാകാൻ സാധിക്കുകയില്ല. ഇതുകൊണ്ടാകാ എന്നാൽ ആകില്ല എന്നർത്ഥം. ആകാ എന്നാൽ നിഷേധ പ്രത്യയമാണ്. വയ്യ, കൂട, ഇല്ല, വേണ്ട ഇതിൻ്റെയൊക്കെ അവസാനം ഒരു ആ ശബ്ദം വരുന്നില്ലേ? അതിനെയാണ് നാം നിഷേധ പ്രത്യയം എന്ന് പറയുക. ചെയ്യ, വര, പോക ഇതിനെയെല്ലാം നിഷേധ പ്രത്യയമായിട്ടാണ്, നിഷേധ ശബ്ദമായിട്ടാണ് നാം കാണേണ്ടുന്നത്. അപ്പോൾ മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. അയ്യോ, ഗുണവും അനവധി ദോഷമായതു. മറ്റരയന്നങ്ങളുടെ എല്ലാം നിറം എങ്ങനെയാണ്? വെളുത്തിട്ടാണല്ലേ. പക്ഷേ ഈ അരയന്നം ഏത് നിറത്തിലുള്ളതാണ്? സ്വർണ്ണവർണ്ണത്തോടു കൂടിയതാണ്. അപ്പോൾ അതിന് മറ്റ് അരയന്നങ്ങളെ അപേക്ഷിച്ച് ഒരു ശ്രേഷ്ഠത കൈവരാൻ ഈ നിറം കാരണമാണ്. അങ്ങനെയുള്ള ഈ ഗുണം കൊണ്ട് എനിക്കിപ്പോൾ ദോഷം വന്നുവല്ലോ ശിവശിവ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഈ അരയന്നം കിടന്ന് നിലവിളിക്കുന്നത് കേട്ടിട്ട് അപ്പോൾ ഇതിനെ സമാധാനിപ്പിക്കണമല്ലോ. സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നളൻ പറയുന്ന വാക്കുകളാണ് ഇനി കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അറിക ഹംസമേ അരുതു പരിദേവിതം. എന്താണ്?
ഹംസമേ നീ ഇത് അറിയുക. അരുതു പരിദേവിതം നീ കരയരുത്. വിരസഭാവമില്ല നിന്നിൽമേ എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള വിരോധവുമില്ല. വിരസം എന്നാൽ രസക്കേടെന്നാണ് കേട്ടോ. വിരസം എന്ന് പറഞ്ഞാൽ രസക്കേടെന്നാണ്. പക്ഷെ എനിക്ക് നിന്നോട് ഒരു രസക്കേടും ഇല്ല. ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം മറ്റാരുമായും ഉപമിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ള നിന്റെ ദേഹം, നിന്റെ ഈ സ്വർണവർണ്ണത്തോടു കൂടിയ ദേഹം കണ്ടിട്ട് മോഹഭരമുദിതം എനിക്കെന്തുണ്ടായി? ആഗ്രഹമുണ്ടായി. നിങ്കൽ സ്നേഹമേ വിഹിതം എനിക്ക് നിന്നോട് എന്തു മാത്രമേ ഉള്ളൂ? സ്നേഹം മാത്രമേ ഉള്ളൂ. ന മയ ദ്രോഹം ഇത് പൊഴുതമര ഖഗവര ഗുണനിധേ. മയ എന്നാൽ എന്നെക്കൊണ്ട്, ന മയ എന്നെക്കൊണ്ട് ഇല്ല. എന്തില്ല? ദ്രോഹമില്ല. എന്നെക്കൊണ്ട് അമരനായ ഖഗവര പക്ഷി ശ്രേഷ്ഠ നിനക്ക്, അമരൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവനായ പക്ഷി ശ്രേഷ്ഠ. ഹംസത്തിന്റെ ഗുണഗണങ്ങളെ പുകഴ്ത്തി പറയുകയാണ് നളൻ. അപ്പോൾ മരണമില്ലാത്ത ശ്രേഷ്ഠനായ ഖഗവര പക്ഷി ശ്രേഷ്ഠ അരയന്നമേ എനിക്ക് നിന്നോട് യാതൊരു വിധത്തിലുള്ള രസക്കേടുകളും വിരോധവുമില്ല. സ്നേഹം മാത്രമേയുള്ളൂ. എന്നെക്കൊണ്ട് നമയാ ദ്രോഹം നിനക്കൊരു ദ്രോഹവും ഇപ്പോഴില്ല, ഈ സന്ദർഭത്തിലില്ല എന്നത് നീ മനസ്സിലാക്കുക. ഗുണനിധേ ഗുണങ്ങൾ നിറഞ്ഞവനെ. ഖേദമരുതുതേ നിനക്ക് സങ്കടത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ഖേദം വേണ്ട. പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനി പറന്ന് ഇച്ഛയ്ക്കൊത്ത വഴി നിനക്ക് എവിടേക്കാണോ പോകേണ്ടുന്നത്, നീ എവിടേക്ക് പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് ഗച്ഛനി നീ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് നളൻ ഹംസത്തെ യാത്രയാക്കുകയാണ്. പിന്നീട് ഈ ഹംസം തിരിച്ചു വന്ന് നളനോട് നിന്റെ സന്ദേശം ഞാൻ കൊണ്ടുപോയി ദമയന്തിയെ അറിയിക്കാം, എന്നിട്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞു വരാം എന്നൊക്കെ പറഞ്ഞ് ഹംസം സന്ദേശവുമായി പോകുന്നുണ്ട്. അവിടെ പോയി ദമയന്തിയോട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുന്നു. അവളുടെ മനസ്സിലും നളനോടുള്ള പ്രണയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദേശവുമായി തിരികെ എത്തുന്നു. നളനോട് ആ സന്ദേശം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഹംസം പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴൊക്കെ എന്നെ കൊണ്ട് സഹായം ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്നെ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, ഞാൻ വന്നുകൊള്ളാം എന്ന് വാക്കുകൊടുത്ത് ഹംസം ആകാശത്തിലേക്ക് മറയുകയും ചെയ്യുന്നു. നളചരിതം ആട്ടക്കഥ 1-ാം ദിവസത്തിലെ ഭാഗമാണ് നാം ഇവിടെ വിശകലനം ചെയ്തത്.